ഹലോ. ഹലോ. എന്റെ പൊന്നെവിടെയാണ്? എവിടെ ഉണ്ട്? ആണോ? ഉം, ഇപ്പൊ എങ്ങനെയുണ്ട് എനക്ക്? കൊഴപ്പല്ല. അയ്യോടാ. ചിരിക്കുന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചിരിക്കാതെ പിന്നെ, ഞാൻ എന്നോട് ഡ്രൈവിംഗ് പഠിക്കാനല്ലേ പറഞ്ഞോളൂ. ആരാന്റെ മേത്തുണ്ടായി കയറ്റാൻ പറഞ്ഞോ? ആ, അതേ പറഞ്ഞുള്ളൂ. ആരാന്റെ മേത്തുണ്ടായി കയറ്റാനോ? അല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ. എന്നിട്ട് എന്റെ മേത്തത്തെ പെയിന്റ് ഒക്കെ ഇളകിന്ന് കേട്ടല്ലോ. അതെങ്ങനെ? എൻ്റെ ഉമ്മ എന്നെല്ലാം വിളിച്ചു പറഞ്ഞു, മോളിങ്ങനെ വണ്ടി എടുത്ത് പോയി, ഹനുമാൻ ഗിയർ ഇട്ടു, വണ്ടി അങ്ങ് പോന്തി, മരക്കൊമ്പ് കേറി എന്നൊക്കെ പറഞ്ഞല്ലോ. ഉമ്മ അത് വിളിച്ചു പറഞ്ഞു. ഉമ്മാനെ കൊണ്ട് ഞാൻ തോറ്റി. ഇനിയിപ്പോ ആ ഉമ്മാന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഡ്രൈവിംഗ് നോക്കി പഠിക്കണം. പിന്നെ ഞമ്മക്ക് പിന്നെ ഈ യന്ത്രങ്ങളെ പ്രവർത്തനങ്ങളൊന്നും അറിയാത്തോണ്ട് എന്നോട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു. കളിയാക്കാതെ. കളിയാക്കിയതല്ല, ഞാൻ അന്ന് അഹങ്കാരത്തിൽ പോയതല്ലേ, ഞാൻ നിങ്ങളെക്കാട്ടി വലിയ ഡ്രൈവർ ആവും, ഞാൻ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആയല്ലോ. ഞാൻ നേരെ നോക്കിയാ വണ്ടി ഓടിച്ചേ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ചെക്കന്മാര് ബൈക്ക് സ്പീഡിൽ വന്നപ്പോ ഞാൻ ആ, ആക്സിലേറ്റർ ചവിട്ടി. എന്നിട്ടോ സ്പീഡിൽ വന്നപ്പോ ഇജ്ജ് ആക്സിലേറ്റർ ചവിട്ടി. അപ്പൊ ഇജ്ജ് പോളിടെക്നിക്ക് പഠിച്ചാണ്? ഞാൻ അറിഞ്ഞ നേരെ കുഴി വന്ന് വീഴുന്നു. അയ്യോ, അത് കുഴിയല്ലായിരുന്നല്ലോ, മരക്കൊമ്പായിരുന്നല്ലോ, അങ്ങനല്ല നാട്ടുകാര് പറഞ്ഞു. കളിയാക്കാതിക്കാ. എല്ലടോ, ഇനി ഇത് വെച്ചിട്ട് എനക്ക് വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. എന്താ? ഈ വിമാനം ഓടിക്കാനുള്ള പൈലറ്റ് ലൈസൻസിന് അപേക്ഷിക്കുക. കാരണം വെച്ചാൽ എൻ്റെ വണ്ടി അച്ചടി ഹൈറ്റിലാണ് പൊക്കി വെച്ചിരുന്നത്, മരക്കൊമ്പ്. കാര്യമായിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞു, വണ്ടിയിൽ വന്ന് പിന്നെ പൊങ്ങിയ മരക്കൊമ്പ് മാവുമ്പോ കിടന്ന് ഊഞ്ഞാലടിയുണ്ട്. അല്ലാത്ത ജാതിന്റെ പെണ്ണ്. ഞാൻ നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കണ്ടേ. നോക്കി ഓടിക്ക. സാരല്ല, ഇനിയിപ്പോ പോയി കിടന്ന് വാങ്ങിക്കോട്ടാ. അയ്യോടാ. ശരി, ചഞ്ചലപ്പൂമീരണ്ടിനൊളി കൊണ്ട് സുലേഖ വലയെറിഞ്ഞേ